വർദ്ധിച്ചു വരുന്ന സംഘർഷവും യുദ്ധത്തിൻ്റെ പിരിമുറുക്കവും മാത്രമല്ല, തങ്ങളുടെ ഐഡന്റിറ്റി മറച്ചുവെക്കാൻ നിർബന്ധിതരാകുന്ന വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവരുടെ ജീവിതം ഏറെ ദുഷ്കരമായിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ. യുദ്ധത്തിൻ്റെ മറവിൽ മതവിദ്വേഷം വർദ്ധിച്ചതായും ക്രിസ്ത്യാനികൾക്ക് ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അവരുടെ മതപരമായ വ്യക്തിത്വം മറച്ചുവെക്കാൻ നിർബന്ധിതരാകേണ്ടി വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിനോദസഞ്ചാര മേഖലയിലാണ് ക്രിസ്ത്യാനികൾ ഭൂരിഭാഗവും ജോലി ചെയ്തിരുന്നത്. സംഘർഷം ആരംഭിച്ചത് മുതൽ ഈ മേഖല സ്തംഭനാവസ്ഥയിലാണ്. തൊഴിലില്ലായ്മ റെക്കോർഡ് 72% വർദ്ധിച്ചു. കൂട്ട പിരിച്ചുവിടലുകളും സഞ്ചാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടുത്ത നിയന്ത്രണങ്ങളും പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ജെറുസലേമിൽ പുരോഹിതന്മാരെയും ക്രിസ്ത്യൻ തീർത്ഥാടകരെയും ലക്ഷ്യമിട്ടുള്ള വാക്ക് അധിക്ഷേപ സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഇസ്രായേൽ ഗാസ സംഘർഷത്തിന് ഇതുവരെയും അയവ് വന്നിട്ടില്ലാത്തതിനാൽ ഈ അരക്ഷിതാവസ്ഥ ഇനിയും നീണ്ടുപോകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. യാക്കോബായ സുറിയാനി സഭയെ സഹോദരി തുല്യം സ്നേഹിക്കുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാബായുടെ മെത്രാഭിഷേക സുവർണ ജൂബിലി ആഘോഷവേളയിൽ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ ആശംസകൾ നേരാനെത്തിയതായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. ഓർത്തഡോക്സ് സഭ ആസ്ഥാനമായ ദേവലോകം അരമനയിൽ എത്തിയ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ ഓർത്തഡോക്സ് സഭാ തലവൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാബ പൊന്നാടി അണിയിച്ചു സ്വീകരിച്ചു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കിടെ ദേവാലയത്തിൽ നടന്ന ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ബുർക്കിന ഫാസോയിലെ എസക്കനെ ദേവാലയത്തിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. 12 പേർ സംഭവസ്ഥലത്തും 3 പേർ ആശുപത്രിയിലും വെച്ച് മരണപ്പെട്ടതായി ബിഷപ്പ് ലോറൻ ഡാബിർ പറഞ്ഞു. താമരശ്ശേരി അഗ്രികൾച്ചറൽ ഫാർമേഴ്സ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. താമരശ്ശേരി കോരങ്ങാട് അൽഫോൺസ ആർക്കേഡിൽ ആരംഭിച്ച ഓഫീസ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയിൽ അധ്യക്ഷത വഹിച്ചു. ലിൻഡോ ജോസഫ് MLA മുഖ്യാതിഥിയായിരുന്നു. മണിപ്പൂരിലെ വംശീയ കലാപത്തിന് കാരണമായ വിവാദ ഉത്തരവ് പിൻവലിച്ച് മണിപ്പൂർ ഹൈക്കോടതി. ഹിന്ദു മെയ്തേ സമുദായത്തിന് പട്ടികവർഗ പദവി സംബന്ധിച്ച സംസ്ഥാന സർക്കാരിനോട് ശുപാർശ അയക്കാൻ നിർദ്ദേശിച്ച 2023 മാർച്ച് മാസത്തിലെ ഉത്തരവിൻ്റെ ഒരു ഭാഗമാണ് ഹൈക്കോടതി പിൻവലിച്ചത്. വിവാദ ഉത്തരവിനെ തുടർന്ന് അഭൂതപൂർവമായ വംശീയ കലാപമാണ് മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ടത്. 2023 മെയ് മാസത്തിൽ ആരംഭിച്ച വംശീയ കലാപത്തിൽ 175 പേർ കൊല്ലപ്പെടുകയും 1100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 30ഓളം പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെ 380ഓളം മതപരമായ കെട്ടിടങ്ങൾ കലാപകാരികൾ കത്തിക്കുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 70,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇപ്പോഴും ഇടയ്ക്കിടെ സംഘർഷം തുടരുന്ന മണിപ്പൂർ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന് പുതിയ നീക്കം സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.